വിമാനത്ത് കയറ്റി അയക്കാൻ പാക്ക് ചെയ്ത് വെച്ച മാതിരില്ലേ, ആരോടും പറയണ്ട കേട്ടോ. ഇത് വിമാനത്തിലൊന്നും കയറ്റി അയക്കാനുള്ളതല്ല, സിബിക്ക് കൊടുത്തയക്കാനുള്ളതാ. സിബിക്ക് മാസത്തിൽ 3-4 ദിവസം ലീവ് ഉള്ളത്. പക്ഷേ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് കാണാൻ പോകും. അങ്ങനെ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്താ കൊടുത്തയക്കാന്ന് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഏലടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇമ്മ ഉണ്ടാക്കി എങ്ങനെയെന്ന് പറഞ്ഞുതരാം. കുറച്ച് അരിപ്പൊടി, പഞ്ചസാരയും ഉപ്പും കുറച്ച് ജീരകമൊക്കെ ഇട്ട് നൂൽപുട്ടിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ ഈ ഒരു ഇല, ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാമെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പേരമംഗലം എന്നാണ് പറയാമെന്ന ഇമ്മ പറഞ്ഞ് കേട്ടത്. എല്ലാ നാട്ടിലും ഒരേപോലെ പറയണമെന്നില്ലല്ലോ. എണ്ണത്തിനനുസരിച്ച് ഇല എടുത്ത് നിരത്തി വെക്കുക. അതിൽ നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ഓരോ ഉണ്ടെടുത്ത് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ അതിൽ ഫില്ലിങ് ആദ്യം തന്നെ ശർക്കരയും തേങ്ങയും ചിരകി മാറ്റി വെച്ചിരുന്നു കേട്ടോ. അത് പിന്നെ നടുമടക്കി ഒരു ഈർക്കലെടുത്ത് കുത്തി കൊടുത്തു. കുക്കറിൽ വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു നൂൽപുട്ടിൻ്റെ തട്ടും കൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വേവിച്ചെടുത്തു. പിന്നെ ഓൽക്ക് കൊടുത്തയക്കാനുള്ളതായതുകൊണ്ട് ഉമ്മ ഇലയൊക്കെ പറിച്ച് പാത്രത്തിലല്ല ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കൊടുത്തയക്കണത് കേട്ടോ. ഓനിക്ക് കൊടുത്തയക്കുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് കൊടുക്കാനൊന്നും പറ്റുമല്ലോ, അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുട്ട ബജിയും കൂടി ഉണ്ടാക്കിയിരുന്നു. മുട്ട ബജി അപാര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, നല്ല ക്രിസ്പി. ഇമ്മ ഉണ്ടാക്കണ എല്ലാത്തിലും ഉമ്മയുടേതായ എന്തെങ്കിലും കയ്യൊപ്പുണ്ടാവും. ഇതിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇത് ഉണ്ടാക്കണ ഞാൻ കണ്ടില്ല, അവിടെ ഉണ്ടാക്കണ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഓൽക്ക് കൊടുത്തയക്കാനുള്ള വെച്ചിട്ട് ഓൽക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കൊന്നുമില്ല. ഞാനും അതിനടുത്ത് ആവശ്യത്തിന് തിന്നു. പിന്നെ താത്താടെ കാര്യം പറയണ്ടല്ലോ, ഓളും ആവശ്യത്തിനടുത്ത് തിന്നിരുന്നു. ഞാൻ മുട്ട ബജിയും അടയും ഒക്കെ ടേസ്റ്റ് നോക്കിയിട്ട് അവിടെ വെച്ചിരുന്നു. ഓൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മക്ക് എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് തന്നെ അറിയില്ല. ഭാഗ്യത്തിന് ഇപ്പോൾ ഇതിലൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ കുട്ടപ്പനാക്കി പാക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട്.